നാവികപ്പടയുടെ കരുത്ത് വർദ്ധിപ്പിച്ച് MH-60 റോമിയോ ഹെലികോപ്റ്ററുകളുടെ സ്ക്വാഡ്രൺ കമ്മീഷനിംഗ് ചെയ്തു. കൊച്ചി INS ഗരുഡയിൽ ആരംഭിച്ച സ്ക്വാഡ്രൺ INAS 334 എന്നാകും അറിയപ്പെടുന്നത്. നാവികസേനയുടെ വ്യോമകേന്ദ്രത്തിലേക്ക് ഹെലികോപ്റ്ററുകളെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത്. സമുദ്ര സുരക്ഷാ മേഖലയിൽ അതികായരായ ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഇനി MH-60 റോമിയോ ഹെലികോപ്റ്റർ പടയുമുണ്ടാകും. ആന്റി സബ്മറൈൻ വാറും ആന്റി സർഫസ് വാറും ഉൾപ്പെടെയുള്ള അന്തർവാഹിനി പ്രതിരോധ യുദ്ധത്തിനു പുറമെ വിവിധ തിരച്ചിൽ രക്ഷാ പ്രവർത്തനങ്ങൾക്കും ശക്തരാണ് MH-60 റോമിയോ ഹെലികോപ്റ്റർ. അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന 24 MH-60R ഹെലികോപ്റ്ററുകളിൽ 6 എണ്ണമാണ് ഇതിനകം രാജ്യത്തെത്തിയത്. ഇവയുടെ സ്ക്വാഡ്രൺ കമ്മീഷനിംഗ് ആണ് കൊച്ചിയിൽ നടന്നത്. INAS 334 എന്നാണ് സ്ക്വാഡ്രൺ അറിയപ്പെടുക. നാവികസേനയുടെ വ്യോമകേന്ദ്രത്തിലെ ഹെലികോപ്റ്ററുകളെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. അത്യാധുനിക റഡാറിന്റെയും സെൻസറുകളുടെയും സഹായത്തോടെ കടലിനടിയിലുള്ള അന്തർവാഹിനികളുടെ സ്ഥാനം നിർണയിച്ച് ആക്രമിക്കാൻ സാധിക്കുന്നതാണ് MH-60R ഹെലികോപ്റ്ററുകൾ. മിലിറ്ററി സെയിൽസ് പദ്ധതിയുടെ ഭാഗമായി വാങ്ങിയ ഈ ഹെലികോപ്റ്ററുകൾ നേരത്തെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി യുദ്ധക്കപ്പലായ INS വിക്രാന്തിലും പരീക്ഷണം നടത്തിയിരുന്നു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ നാവികസേനാ മേധാവി R ഹരികുമാർ അടക്കമുള്ള ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. MH-60R helicopters into Bharatiya Nausena by commissioning INS 334 or the Seahawks as they are known. This acquisition marks yet another milestone in our journey towards bolstering our maritime capabilities and further fortifying our combat readiness at sea. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്